കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ശ്രീകാന്ത് ആരാന്നുള്ള സത്യവർഷ തിരിച്ചറിവാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രേവതിയുടെ സച്ചിയുടെ ഫസ്റ്റ് നൈറ്റ് അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശാന്തി മുഹൂർത്തമൊക്കെ കുറിക്കുകയാണ് കലാവതി മുത്തശ്ശി. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ശ്രീകാന്ത് ആകപ്പാടെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. വർഷയാണ് ശ്രീകാന്തിനെ ഒരു കൊട്ടേഷൻ ഏൽപ്പിക്കുകയാണ്. തന്റെ പുറകെ നടന്ന് ഒരുത്തെ ശല്യം ചെയ്യുന്നുണ്ട്, ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അവനെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറയാം. പക്ഷെ ശ്രീകാന്തിന് മനസ്സിലായി അത് താനാന്നുള്ള കാര്യം. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവളെ എങ്ങനെയൊന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കും? അവളെ എങ്ങനെയും പറഞ്ഞു വിശ്വസിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പൊ താൻ തന്നെ കൈകാര്യം ചെയ്തതായിട്ട് ഒരു ഫോട്ടോസ് കുറച്ച് ഉണ്ടാക്കണം. എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഒരു മാർഗം അങ്ങോട്ട് കണ്ടെത്തി. കുറച്ച് പാനീടൊക്കെ മേടിച്ച് നെറ്റിയെ കൂടെ ഒക്കെ ഒട്ടിച്ച് കുറച്ച് കളറൊക്കെ മാറി മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്, ബ്ലഡ് പോലെ തന്നെ. പിന്നീട് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോസ് ഒക്കെ നോക്കിയും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ട് അവള് വിശ്വസിച്ചോളും. എന്നിട്ട് അവൾക്ക് ഫോട്ടോസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം ഡബി സ്റ്റുഡിയോയിലായിരുന്നു വർഷ. അങ്ങനെ വർഷ കഴിക്കാണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഫോണിലേക്ക് ഫോട്ടോസ് വരുന്നത്. പിന്നീട് ശ്രീകാന്ത് വിളിക്കുകയും ചെയ്തു. വിളിച്ചിട്ട് ഞാൻ ഫോട്ടോസ് ഒക്കെ നോക്കാൻ പറയാണ്. കണ്ടു കഴിഞ്ഞപ്പോ വർഷയ്ക്ക് സമാധാനം, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഇവന് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിക്കണായിരുന്നു. അതായിരുന്നു എനിക്കിഷ്ടം എന്ന് പറയണേ. ഇപ്പൊ മാപ്പ് പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. കണ്ടില്ലേ അവന്റെ തലയെ കെട്ടൊക്കെ കണ്ടില്ലേ? അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു, അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു, അത്രയ്ക്കൊന്നും തല്ലിച്ചതയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്നും കൊടുക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ വല്ല കേസും വഴക്കമൊക്കെ ആവൂ? അങ്ങനെയൊന്നും പേടിക്കണ്ട, അതൊന്നും ആവത്തില്ല എന്ന് പറയണം. വർഷയ്ക്ക് സന്തോഷമായി. പിന്നീട് ശ്രീകാന്തിനോട് നന്ദി പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചൊരു താങ്ക്സ് പറഞ്ഞേനെന്ന് പറയാം. ശ്രീകാന്ത് ദൈവമേ, ഇപ്പോഴെങ്ങാനും അവളുടെ അടുത്തെങ്ങാനും ചെന്ന് പെട്ടായിരുന്നെങ്കിൽ, താനാന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവള് തന്നെ തല്ലിക്കൊന്നേനെ. ഇതൊക്കെ തന്റെ അഭിനയമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നീട് ശ്രീകാന്തിന്റെ ചോദിച്ചു, അല്ല നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴും ശ്രീകാന്ത് പറഞ്ഞേ, ഞാനിപ്പം റെസ്റ്റോറന്റില്ല, കാരണം ആ തല്ലിയന്റെ ക്ഷീണം കാരണേ ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നേക്കുക. നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാന്ന് പറയാം. ശ്രീകാന്തിനെ അറിയാം, നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കളികൾ മൊത്തം പാളൂന്നുള്ള കാര്യം. ഈ സമയത്താണെങ്കിൽ സച്ചി ആകെപ്പാടെ അസ്വസ്ഥനായിട്ടായിരിക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ പെട്ട അവസ്ഥയെ, വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. പിന്നീട് സച്ചി നേരെ പുറത്തു വേണ്ട ഇറങ്ങുന്ന സമയത്ത് കലാവതി മുത്തശ്ശി എങ്ങോട്ടാന്ന് ചോദിക്കണം. അല്ല അച്ഛമ്മ, ഞാൻ പുറത്തു വരുന്ന പോയിട്ട് വരാം, നീ ഇപ്പൊ ഒരിടത്തേക്കും പോകണ്ട, ഇവിടെ ഇരുന്നാ മതി എന്ന് പറയണം. എന്താ അച്ഛമ്മേ, വൈകുന്നേരം അല്ലേ അച്ഛമ്മ ശാന്തി മുഹൂർത്തം കുറിച്ചേക്കുന്നേ, പിന്നെ ഞാൻ ഇതിനെ ഇപ്പോഴും ഇവിടെ കയറി ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. അവസാനം രേവതി കഴിഞ്ഞ് പോയിട്ട് വരട്ടെ, എത്ര സമയം എന്ന് വെച്ചാൽ വീടിനകത്ത് ഇരിക്കുന്നേന്ന് പറയണം. അങ്ങനെ സച്ചി പോവാണ്. സച്ചിയോട് ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയമാകുമ്പത്തേനും വന്നേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ സച്ചി പോണേ. ഈ സമയത്ത് കലാവതി മുത്തശ്ശി എന്ത് ചെയ്യാണ്? പിന്നീട് രവീന്ദ്രനെ വിളിക്കുകയാണ്. രവീന്ദ്രനെ വിളിച്ചിട്ട് രവീന്ദ്രനോട് എപ്പോഴും എത്തിയത് അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞങ്ങൾ ഇനി അവളുടെ വീട്ടിലേക്ക് പോവാ, ചന്ദ്രയുടെ വീട്ടിലേക്ക്. അവളുടെ വീട്ടിലെ കല്യാണം വിളിക്കണമല്ലോ, അതിനു വേണ്ടി പോവാന്ന് പറയാണ്. ഇത് കേട്ട് ഇപ്പൊ കലാവതി മുത്തശ്ശി അവള് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ, സ്വന്തം വീട്ടിലേക്ക് പോവാന്നറിയുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയാം. പിന്നല്ലാതെ അവള് ഭയങ്കര സന്തോഷത്തിലാന്ന് പറയാം. പിന്നെ രേവതിയുടെ സച്ചിയുടെ ശാന്തി മുഹൂർത്തം ഇന്ന് കുറിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നന്നായി അമ്മേ, ഇനി അവരെ ഒന്നാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വിടുന്നുള്ളെന്ന് രവീന്ദ്രനോട് കലാവതി മുത്തശ്ശി പറയാണ്. രവീന്ദ്രൻ സന്തോഷത്തോടു കൂടിയാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് സച്ചി കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് കലാവതി മുത്തശ്ശി രേവതിയോട് പറഞ്ഞു, മോളെ നീ അവന് വിളമ്പി കൊടുക്കാൻ പറയണം. അങ്ങനെ രേവതി അവന് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. ഈ സമയത്ത് സച്ചി തോന്നിക്കഴിയുമ്പോഴത്തേനും മുരിങ്ങക്കോല കറി. ഇത് കണ്ടത് സച്ചി ചോദിച്ചു, ഇതെന്താ അച്ഛമ്മ ഇത്? ഞാൻ വന്നു മുതൽ കാണുന്നുള്ളൂ, എപ്പൊ നോക്കിയാലും മുരിങ്ങക്കോൽ തന്നെ കറി, ഇതിനൊരു അറുതിയില്ലേന്ന് ചോദിക്കുകയാണ്. ഇതിന് മാത്രം പൂവും കായ് ഇത് എവിടെ ഇരിക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, എടാ മുരിങ്ങയാണെങ്കിൽ പൂക്കും കായ്ക്കും, ആ നിനക്ക് അറിയാവോന്ന് ചോദിക്കുക. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ കാര്യം, മനുഷ്യന്മാരുടെ ഇങ്ങനെയാ, കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടായി, പിന്നെ അവരുടെ കൊച്ചുമക്കളായിട്ടുണ്ടായി, അങ്ങനെയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സച്ചി ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സ്വാമിമാരൊക്കെ അവർക്ക് പിള്ളേരുണ്ടാവുന്നുണ്ടോ? അവര് പൂക്കവും കായ്ക്കും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണം. എടാ അത് സ്വാമിമാരല്ലേ, പക്ഷെ നീ അങ്ങനെയല്ലോ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ഭാര്യ ഉണ്ടെന്ന് പറയണം. പാറൂമ്മ പെട്ടെന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സ്വാമിയാവാൻ പറ്റത്തൊന്നുമില്ല, അതിനു മുമ്പ് വേണം സ്വാമിയാവണമെന്ന് പറയണം. രേവതിക്ക് ഇത് കേട്ട ചിരി വന്നു. സച്ചി കൊള്ളാം ചിരിച്ചോ എന്ന് പറയണം രേവതിയോട്. പിന്നീട് സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നെ ഉച്ചമയക്കത്തിലായിരുന്നു കലാവതി മുത്തശ്ശി. സച്ചിക്കാണെ അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. എങ്ങനെയാലും ഒക്കെ ഒന്ന് പുറത്ത് കടന്നേ പറ്റുള്ളൂ. പിന്നീട് പതുക്കെ പുറത്തേക്ക് വേണ്ട തുടങ്ങിയപ്പോഴത്തേനും കലാവതി മുത്തശ്ശി പിടിച്ചിരുത്തി. നീ ഒന്ന് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം.
അച്ഛമ്മ ഞാൻ പോയിട്ട് വരാം, എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവൻ ഗൾഫിൽ നിന്ന് വന്നാ, ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒത്തുകൂടുക, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് പറയണം. ശരി ശരി പൊക്കോ, പക്ഷെ ഈ കാര്യമുണ്ട്, 6 മണിയാകുമ്പത്തിനൂടെ കണ്ടേക്കണം എന്ന് പറയാം. ഉറപ്പായിട്ടും വരും അച്ഛമ്മേ എന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോവാണ്. അവനങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി വർത്താനമൊക്കെ പറഞ്ഞ് സച്ചി ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന വർഷയാണെങ്കിൽ നേരെ റെസ്റ്റോറന്റിലേക്ക് വരുവാണ്. റെസ്റ്റോറന്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ശ്രീകാന്തിന്. അവൾ അങ്ങോട്ട് കയറി വരുമെന്ന്, ആ സമയത്ത് വരുമെന്ന് ശ്രീകാന്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ല. അപ്പൊ റെസ്റ്റോറന്റ് എവിടെയാന്ന് ഇതിനു മുമ്പ് വർഷ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൃത്യ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, അല്ല എനിക്ക് ഇവിടുത്തെ ഷെഫിനെ കാണണമെന്ന് പറയാം. അപ്പൊ മാനേജർ, ഷെഫോ, മെയിൻ ഷെഫാണോ? എനിക്ക് അല്ല ഈ ഇട വന്നേ പുതിയതായിട്ട് ഡിഷസ് ഒക്കെ ഉണ്ടാവും. ഓ ശ്രീകാന്ത്, ശ്രീകാന്തിനെയാണോ എന്ന് ചോദിക്കണം. പെട്ടെന്നാണ് വർഷയ്ക്ക് പേര് കിട്ടിയത്, ശ്രീകാന്താന്ന് മനസ്സിലായി. അതെ, ശ്രീകാന്തിനെ തന്നെ കാണണ്ടേന്ന് പറയാണ്. ശരി, ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാന്ന് പറയാണ്. ഈ സമയം ശ്രീകാന്ത് ഇവളെ കണ്ടായിരുന്നു. എങ്ങനെയാലും ഇവിടെ നിന്ന് മുങ്ങിയേ പറ്റുള്ളൂ, ഇവളുടെ കൺമുന്നിൽ എങ്ങനെ ചെന്നുപെട്ടാ തീർന്നു. അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് പോകാൻ സമയത്താണ് മാനേജർ വന്നിട്ടുണ്ട്. ദേ ശ്രീകാന്തിനെ അന്വേഷിച്ച് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുക, വരാൻ പറയാണ്. ആകപ്പാടെ പെട്ടു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒളിച്ചോടാനും കൂടെ പറ്റുമല്ലോ. ആ സമയത്ത് വർഷ പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ നേരെ ശ്രീകാന്തിന്റെ അടുത്ത് ശ്രീകാന്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ശ്രീകാന്തിന് കണ്ടുവച്ചു, അതെ ഞാൻ കാണാൻ വേണ്ടി വന്നേക്കുവാ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പറയാതെ വന്നേ. ശ്രീകാന്ത് എന്ന പേരിലെ എന്നോട് മാനേജർ പറഞ്ഞു പറയണം. ഇത് കേട്ട ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ, ഇന്നലെ അവനെ ഇടിച്ച് ശരിയാക്കിയില്ലേ, അപ്പൊ അതിനൊരു നന്ദിയും കൂടെ പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നേന്ന് പറയാണ്. അല്ല നിങ്ങളൊന്ന് തിരിച്ചിരിക്കുന്നത്, ഇങ്ങോട്ട് തിരിയാൻ പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് തിരിഞ്ഞു. ശ്രീകാന്തിന്റെ മുഖം കണ്ടത് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് വർഷ. വർഷ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ശ്രീകാന്ത്. കാരണം ഇവനോ, നീ ഫ്രോഡോ, നീ ആണോടാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല. നീ എന്താ ഇവിടെ? അയ്യോ ഒന്നുമില്ല, നിന്റെ പേരാണ് ശ്രീകാന്ത് എന്ന് ചോദിക്കുകയാണ്. ഇതേടപ്പ എന്റെ പേര് ശ്രീകാന്ത്. അപ്പൊ നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? അപ്പൊ നിന്റെ മുഖത്ത് കുറെ പാടും തല കെട്ടൊക്കെ ഉണ്ട്, നീ 2 ആഴ്ച കഴിഞ്ഞിട്ട് എഴുന്നേക്കോളെന്ന് പറഞ്ഞിട്ട്. ഓഹോ, അപ്പൊ എന്നെ ശരിക്കും അങ്ങോട്ട് പറ്റിച്ചു വിട്ടതല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാൻ തന്നെയാ, നിന്നെ നീ അടിക്കാൻ പറഞ്ഞു വിട്ട ആള് എല്ലാം ഒരാള് തന്നെയാ, ഞാൻ തന്നെയാന്ന് പറയാണ്. ഇത് കേട്ടതും വർഷയ്ക്ക് ഒരു ഞെട്ടുണ്ടേ. ആഹാ, അപ്പൊ നീ എന്നെ പറ്റിച്ചില്ലേ, നീ ചതി. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, നീ എന്തിനാ എത്രയോളം ദേഷ്യപ്പെടുന്നേ എന്ന് ചോദിക്കണം. വർഷ പറഞ്ഞു, എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്, നീ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തേ, അത് പോരാഞ്ഞിട്ട് ഇപ്പൊ നീ ആൾമാറാട്ടം നടത്തിയില്ലേ, എന്റെ പുറകെ നടന്ന് നീ അന്ന് കരുതിയിട്ടാണ് ഞാൻ അവനോട് കൊട്ടേഷൻ കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഷെഫ് നീയാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു പറയണം. വർഷ സത്യം തിരിച്ചറിഞ്ഞെന്ന് ശ്രീകാന്തിന് മനസ്സിലായി. ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞാൻ തന്നെയാ, പക്ഷെ ഞാൻ നിന്നോട് കള്ളത്തരൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. നീ ഷെഫാന്ന് കരുതിയിട്ടല്ലേ എന്നെ വിളിച്ചേ, ഞാൻ അങ്ങനെ ആ രീതിയിലാ സംസാരിച്ചേ. പക്ഷെ നീ ആ സ്കൂട്ടി ആയിട്ടുള്ള ആ പെൺകുട്ടി നീയാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആ സത്യം ഇന്നലെ തിരിച്ചറിഞ്ഞെന്ന് പറയാണ്. അതുകൊണ്ടാ നിന്നോട് പറയണമെന്നൊക്കെ കരുതിയെന്നാണ്, അതാ പറയായിരുന്നെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞതിനും വർഷയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. വർഷ പറഞ്ഞ്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ അങ്ങോട്ട് പോവുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ശ്രീകാന്ത് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.